റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തേ. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പദാരബന്ധങ്ങളിൽ ശ്രേഷ്ഠാന്ന് നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശോധയജ്ഞത്തിന്റെ 204 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് പ്രേമസായി കാസർഗോഡാണ്. നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്യാമള നായർ ട്രിവാൻഡ്രം. നമുക്ക് വേണ്ടി പറയുന്നത് ശ്രീമതി രാധാ രമേശ്. രാധാ രമേശ് നവി മുംബൈയിൽ നിന്നാണ് വരുന്നത്. രാധാ രമേശ് നമുക്ക് കുറച്ച് പരിചയപ്പെടുത്താനുണ്ട് രാധയെ. കാരണം രാധ എല്ലാ സേവയ്ക്കും പുട്ടപ്രത്തിയിലെത്തുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങൾക്കും പുട്ടപ്രത്തി വരുന്ന ആളാണ് രാധ. നല്ല പോലെ ഭജനകൾ എഴുതും, ഭജന അസലായിട്ട് പാടും. രാധയുടെ ഏതാണ്ട് 2000-ഓളം ഭജന ഹരിദാസ് ജി, നമ്മുടെ ആലപ്പുഴ ഹരിദാസിന്റെ ശിഷ്യയാണ്. അപ്പൊ അദ്ദേഹവും രാധയും കൂടെ ചേർന്ന് ഒരുപാട് ഭജനകൾ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ അതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2000-ഓളം ആയി കഴിഞ്ഞു. ഇപ്പോഴ് 3000-ഓളം എഴുതി വെച്ചിരിക്കുകയാണ്. വേറൊരു വലിയ കാര്യം പറയണ, രാധ നല്ല വേദഗുരുവാണ്. ഒരുപാട് പേർക്ക് വേദ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വേദഗുരുവും കൂടെയാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇനിയും പറയാനുണ്ട്. രാധ വന്നിട്ടുണ്ടല്ലോ അല്ലേ രാധ? സായിരാം. അപ്പൊ രാധ ശ്യാമള ഓങ്കാരം പറഞ്ഞ് ചെയ്യുമ്പോ രാധ വീഡിയോ ഓൺ ചെയ്യണം. എല്ലാവർക്കും കാണണം. വീഡിയോ ഓൺ ചെയ്തിട്ട് വായിക്കുക. അത് കഴിഞ്ഞിട്ട് അനുഭവം പറയുക. പിന്നെ ഭഗവാന്റെ ഇത് കഴിയുമ്പോ നമ്മളുടെ ഭജന പാടി നമ്മൾക്കൊക്കെ സന്തോഷം നൽകുക. സായിരാം. ഞാൻ തുടങ്ങിക്കോട്ടെ. തുടങ്ങും. സായിരാം. ഞാന് ഓങ്കാരവും സായിഗായത്രിയും പറഞ്ഞതിന് ശേഷം രാധ അല്ലേ ഇന്ന്? അതെ സായിരാം. ഞാൻ തുടങ്ങാമേ. ഓ സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. രാധ വീഡിയോ ഓൺ ചെയ്തിട്ട് വാണി വായിക്കാം. ഓക്കെ. സായിരാം. ഓം ശ്രീ സായിരാം. നമ്മളുടെ എല്ലാമായ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാതാരവിന്ദങ്ങളിൽ നമ്മളുടെ എല്ലാവരുടെയും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ദിവ്യഹസ്തങ്ങളിലെ നല്ല ഉപകരണങ്ങളാക്കി തീർക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ദിവ്യവാണി വായിക്കുന്നത് ആരംഭിക്കാം. ദിവ്യപ്രഭാഷണം 12 ജൂൺ 1963. സത്യം, ധർമ്മം, ശാന്തി, പ്രേമം ഇവ സനാതന ധർമ്മത്തിന്റെ 4 തൂണുകളാണ്. പൗരാണിക വിദ്യയുടെ 4 മുഖങ്ങൾ. ഇതെല്ലാവരും പറയുന്ന കാര്യം തന്നെ. പക്ഷേ അവർ ഉദ്ദേശിക്കുന്നത് വളരെ ആഴം കുറഞ്ഞതും ഫലശൂന്യവുമായ കാര്യങ്ങളെക്കുറിച്ചാണ്. നടന്നതുപോലെ ഒരു കാര്യം പറയുന്നത് സത്യം, ദാഹിക്കുന്നവന് വെള്ളവും വിശക്കുന്നവന് ഭക്ഷണവും കൊടുക്കുന്നത് ധർമ്മം, ആപത്തുകളെ നിശബ്ദമായി നേരിടുന്നത് ശാന്തി. ഇതാണ് സാധാരണ വ്യാഖ്യാനം.
കാലം, ദൂരം, ഗുണം ഇവയാൽ ബാധിക്കപ്പെടാത്തതാണ് സത്യം. ഇതാണ് അതിന്റെ ശരിയായ നിർവചനം. അത് മാറ്റത്തിന് വിധേയമല്ല, എക്കാലവും ഒരേ സ്ഥിതിയിൽ നിലനിൽക്കുന്നു. അപ്പോൾ മാത്രമേ അതിനെ സത്യം എന്ന് പറയാനാവൂ. കാലങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷമുണ്ടാവുന്ന സംഭവങ്ങൾക്കുണ്ടോ പിൽക്കാലത്തെ അറിവിന്റെ അടിസ്ഥാനത്തിലോ അത് തെറ്റാണ് എന്ന് വരാൻ പാടില്ല. ഇനി ധർമ്മം എന്നതോ സമൂഹത്തിന്റെ കെട്ടുറപ്പിനും വ്യക്തിയുടെ ഉന്നതിക്കും വേണ്ടി നിലകൊള്ളുന്ന അടിസ്ഥാനപരമായ കുറെ തത്വങ്ങളാണ്. ധർമ്മങ്ങൾ പലതരമുണ്ട്. കർത്തവ്യധർമ്മം, വർണ്ണധർമ്മം, ആശ്രമധർമ്മം ആദിയായവ. എല്ലാത്തിന്റെയും ഉദ്ദേശം മനുഷ്യനെ ജനിമരണത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പടിപടിയായി വീണ്ടെടുക്കുക എന്നതാണ്. ഇനി ശാന്തി എന്ന ഗുണത്തെപ്പറ്റി ചിന്തിക്കാം. വിജയവും പരാജയവും സുഖവും ദുഃഖവും പരിപൂർണ സമചിത്തതയോടെ നേരിടുന്നതിനുള്ള കഴിവിനെയാണ് ശാന്തി എന്ന് പറയുന്നത്. പ്രേമം എന്നതോ സർവസമാനതയാണ്. അഹിംസ മാത്രമല്ല, സ്നേഹം ഒരു കടമയായി മനഃപൂർവ്വം സ്വീകരിച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളിലും തന്നെ പോലെ ഈശ്വര ചൈതന്യം കളിയാടുന്നുണ്ട് എന്ന പരമാർത്ഥത്തെ അറിഞ്ഞ് അനുഭവിച്ച് സർവസമാന ഭാവം ഉൾക്കൊള്ളുന്നതിനെയാണ് പ്രേമം എന്ന് പറയുന്നത്. ഇന്ദ്രിയബദ്ധമായ സുഖത്താണ് ഇച്ഛാശക്തിയെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ അധ്യാത്മ പരിശീലനത്തിന്റെ ആദ്യ പടി തന്നെ വ്യക്തിക്ക് ഹാനികരമാണ്. ഉദാഹരണം, ഒരു വീടിന് തീവച്ചാൽ അത് അപലപനീയമാണ്. ഹനുമാൻ ഭഗവാൻ ലങ്കയ്ക്ക് തീവച്ചാൽ അത് ന്യായീകരിക്കാവുന്നതും ഒരു നല്ല പാഠവുമാണ്. കുരുക്ഷേത്ര യുദ്ധം, ഡോക്ടറുടെ കയ്യിലുള്ള കത്തി, ഈ ഉദാഹരണങ്ങളൊക്കെ ഇത് തന്നെ പറയുന്നു. വ്യാഖ്യാനവും വ്യത്യാസവും എന്ത്? ദക്ഷൻ ഭഗവാനെ അപമാനിച്ചു. അവിടെ പരമേശ്വരന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. കുരുക്ഷേത്ര യുദ്ധം യാഗമായിരുന്നു. അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അർജുനൻ ഭഗവത് പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞു. അപ്പോൾ ഭക്തി എന്നത് വല്ലപ്പോഴും വേണ്ട ഒരു കാര്യമല്ല. ശരീരത്തിന് പോഷകമെന്ന പോലെ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് ഭക്തി. മാനസികവും കായികവുമായ ആരോഗ്യത്തിന് ഭക്തി അത്യാവശ്യവുമാണ്. ഈശ്വര ധ്യാനമാണ് പ്രധാന വിഭവം, അഥവാ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ട ഭക്ഷണം. അതിൻ്റെ ഒപ്പം നാമസ്മരണ എന്ന ഗുളികകൾ, നല്ലതും ചീത്തയുമായിട്ടുള്ള ദിവസേനയുള്ള അനുഭവങ്ങൾ നന്നായി ദഹിപ്പിച്ചു കളയും. നമ്മൾ നെല്ല് ഭക്ഷിക്കുന്നില്ല, ഉമി നീക്കി വേവിച്ച് ഭക്ഷിക്കാനുള്ള വിവേകം നമുക്കുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയെ സമീപിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെ ആകർഷിപ്പിക്കുന്ന കാര്യങ്ങളെ അകറ്റി ഈശ്വര ചൈതന്യത്തിന്റെ പ്രകാശനമായി അതിനെ കണക്കാക്കി ഉൾക്കൊള്ളുക. എവിടെ നിന്നും നമ്മൾ വഴിതെറ്റി പിരിഞ്ഞുവോ അവിടെ എത്താതെ നമുക്ക് നിവൃത്തിയില്ല. എന്താണ് സഹജ സ്വഭാവം? പ്രേമം, ശാന്തി, സത്യം, ആനന്ദം ഇത് സഹജമാണ്. വൈരം, അസത്യം, യുദ്ധം, ദുഃഖം, ലോഭം ഇവ അസഹജവും. നമ്മളുടെ യാഥാർത്ഥ്യത്തിന്റെ ഉറവിടം നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിക്കണം. ഈശ്വരനാമം നമ്മളുടെ അധരത്തിലും രൂപം കണ്ണുകളിലും മഹിമ ഹൃദയത്തിലും ഉണ്ടായിരിക്കട്ടെ. ഇടുത്തി പോലും നിങ്ങളിൽ നിന്ന് അകന്നുപോകും. നിർമ്മല ഹൃദയത്തോടെയും പൂർണ്ണ വിശ്വാസത്തോടെയും ചിട്ടയോടും കൂടി നാമസ്മരണ ചെയ്യണം. മാതൃസംരക്ഷണത്തിന് നാമസ്മരണ നിങ്ങളെ ശക്തരായി തീർക്കും. നിങ്ങളെല്ലാവരും നിങ്ങളിലെ സദ്ഗുണങ്ങളെ ശക്തിപ്പെടുത്തുകയും ഈശ്വരനിലും സനാതനധർമ്മത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്താൽ ഈ രാജ്യത്തേക്ക് ആപത്തിന് എത്തി നോൽക്കുവാൻ പോലും കഴിയുകയില്ല. ഈശ്വര ധ്യാനത്തിന്റെ വില മനസ്സിലാക്കുക. ആ പ്രവൃത്തിയെ ഞാൻ പൂർണ്ണമായി അനുഗ്രഹിക്കും. സന്തോഷത്തോടെ
ഈശ്വരനാമം പാടി സ്തുതിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദമാണ് എന്റെ ആഹാരം. അതാണ് എന്റെ നിത്യേനയുള്ള പോഷണം. അതിന് ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈശ്വര ഭജന സമയത്ത് സിദ്ധിക്കുന്ന ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് ഇരുന്നാൽ മാത്രം മതി. ശ്രദ്ധയോടെയും ഭക്തിയോടെയും അടുക്കോടെയും ചിട്ടയോടെയും ഈ പുണ്യപ്രവൃത്തികളെ ചെയ്യുക. നിങ്ങളുടെ ഭക്തിയും ശ്രദ്ധയും കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും മനുഷ്യർക്കും മൃഗങ്ങൾക്കും പ്രകൃതിക്കും പ്രയോജനകരമാക്കി തീർക്കണം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഇന്നത്തെ സത്യസായി വാണി അർപ്പിക്കുന്നു. സായിരാം. 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 അനുഭവം പറയാമേ? അനുഭവം പറഞ്ഞോളൂ. സായിരാം. സായിരാം. നമ്മൾ ഇന്ന് കുറെ ഏറ്റെടുത്തിരിക്കുന്ന ഈ സാധന ഭഗവാന്റെ അനുഭവങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നു? നമ്മളെ ഭഗവാനിലേക്ക് വലിച്ച് അടുപ്പിച്ചു വെക്കുന്നത് ഈ ഭക്തി തന്നെയാണ്, ഈ അനുഭവങ്ങൾ തന്നെയാണ്. ഓരോരോ ചെറിയ അനുഭവവും ഭഗവാന്റെ അസ്തിത്വത്തെ കുറിച്ച് നമ്മളിൽ കൂടുതൽ കൂടുതൽ അവബോധമുണ്ടാക്കും. എത്രമാത്രം നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുന്നുവോ, ഇന്ദ്രിയങ്ങളെ തടഞ്ഞു നിർത്തുവാനും ഭഗവാനിലേക്ക് നമ്മളുടെ മനസ്സിനെ കൊണ്ടെത്തിക്കുവാനും ആ ഭഗവാന്റെ ദിവ്യമായ ഇടപെടൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷം നമുക്ക് അനുഭവിക്കുവാനും സാധിക്കും. 1994 ഭഗവാന്റെ ഭക്തയായി മാറാനുള്ള ഒരു ഭാഗ്യം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായി. 1991 ഭഗവാനെ പറ്റി വളരെ ഗൗരവമായിട്ട് ഞാൻ ഇത് ശരിക്കും ദിവ്യത്വമാണോ ദൈവമാണോ എന്നുള്ള ഒരു ചിന്ത ഉള്ളിലേക്ക് വരുന്നത് 1991. ഭഗവാന്റെ അനുഗ്രഹവും ഇച്ഛയുള്ളത് കൊണ്ട് ഒരു ബാലവികാസ് ഗുരുവായി ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അവിടെ ഉണ്ടായ 2 അനുഭവങ്ങളെയാണ് ഇന്ന് നമ്മളായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 2010 ജൂലൈ മാസം 21-ാം തീയതി മഹാരാഷ്ട്രയുടെ ആഷാഢി ഏകാദശി എന്ന ഫെസ്റ്റിവൽ ഭഗവാന്റെ സന്നിധിയിൽ വളരെ ആനന്ദത്തോടെ കുട്ടികളുടെ പ്രോഗ്രാമായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ്. അന്ന് ബാലവികാസ് കോർഡിനേറ്റർ ആയിട്ടിരുന്ന എനിക്ക് വളരെ ആനന്ദത്തോടെ ആ ചുമതലകളെ ഏറ്റെടുക്കാൻ സാധിച്ചു. ഒരു 200-ൽ പരം കുട്ടികളുടെ നാട്യവേദ എന്ന ഒരു പ്രോഗ്രാം ഭഗവാന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. എന്തുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ അനുഭവം ഷെയർ ചെയ്യുന്നു? സ്വന്തം അനുഭവങ്ങൾ ഒരു പക്ഷേ കൺമുമ്പിൽ ഒരിക്കലും നമ്മൾ മറക്കില്ല. ഭഗവാൻ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ബാലവികാസിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ള ആ ഒരു ചിന്തയും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാലവികാസിലെ അനുഭവങ്ങളെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തത്. ജൂലൈ മാസം ഈ പ്രോഗ്രാമിനായിട്ട് 21-ാം തീയതി പുട്ടപർത്തിയിലേക്ക് എത്തണം. പുറപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് 200 കുട്ടികൾ ഉള്ളപ്പോൾ ഒരുപാട് ഡാൻസ് സീക്വൻസ് ഉണ്ട്. ആ ഡാൻസിന്റെ മ്യൂസിക് അറേഞ്ച്മെന്റ്, ഡയറക്ഷൻ എല്ലാം ചെയ്തിരുന്നത് നമ്മളുടെ സിനിമാ താരം ഹേമമാലിനിയുടെ ഗുരുവായ ദീപക് മജുംദാർ ആണ്. എല്ലാവരും യൂട്യൂബിൽ ആ പ്രോഗ്രാം ഒന്ന് കാണണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ ആ പ്രോഗ്രാമിന് വരേണ്ടിയിരുന്ന ഒരു ബാലവികാസ് സ്റ്റുഡന്റ്, എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കുട്ടിയാണ്. പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ആ കുട്ടിയുടെ അമ്മ സിംഗിൾ പേരന്റ് ആണ്. അമ്മയ്ക്ക് ഹാർട്ടിനൊരു പ്രോബ്ലം വന്ന് അഡ്മിറ്റ് ചെയ്തു. മോർ ദാൻ 90% ബ്ലോക്ക് ആണ്. അപ്പൊ ഇമ്മീഡിയറ്റ്ലി ബൈപ്പാസ് ചെയ്യണം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. അപ്പൊ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഭഗവാനെ 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 എന്ന് വിളിച്ചുപോയി. കാരണം ഡാൻസിൽ സീക്വൻസിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടിയാണ്. ആ ഒരു കുട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ പേരിന് ഭഗവാന്റെ മുമ്പിൽ ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അതേസമയം
ഏത് നിമിഷവും പ്രാണൻ പോയേക്കാവുന്ന ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന അമ്മയുടെ അടുത്ത് നിന്ന് ഒറ്റ മകളായ ഈ കുട്ടിയെ നമ്മൾ എങ്ങനെ പുട്ടപർത്തിക്ക് കൊണ്ടുപോകും? ബാലവികാസ് ഗുരു എന്ന് മനസ്സുകൊണ്ട് അഭിമാനിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റിയില്ല. പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ആ സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്ന അമ്മ ഭഗവാന്റെ ശ്രീ സത്യസായി ബാബ എന്ന അവതാരത്തിന്റെ ഭക്തന്മാരായി മാറിയിട്ടില്ലാത്ത ആ കുടുംബം. ബാലവികാസിൽ മകൾ വരുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ തലമുറകളായി അവർക്ക് ഭഗവാന്റെ അനുഭവങ്ങളോ പുട്ടപർത്തി പോയിട്ടോ ഒന്നുമില്ല. വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മകൾ 3 വർഷം കൊണ്ട് ടീച്ചറിന്റെ ബാലവികാസിൽ വരുന്നുണ്ട്. ഭഗവാന്റെ മുമ്പിൽ കിട്ടിയ ഈ ഒരു അവസരം എന്റെ അസുഖം കാരണം അവൾക്ക് നഷ്ടമാവാൻ പാടില്ല. നിങ്ങൾ എൻ്റെ മകളെ പുട്ടപർത്തി കൊണ്ടുപോകണം. ടീച്ചറിന് കോർഡിനേറ്ററിന്റെ ജോലി ഉള്ളത് കൊണ്ട് ഇൻഡിവിജ്വലി മകളെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് മറ്റേതെങ്കിലും ഒരു ഗുരുവിനെ ഏൽപ്പിക്കണം, പേരൻസിനെ ഏൽപ്പിക്കണം. പക്ഷെ എൻ്റെ മകളെ കൊണ്ടുപോകണം. ഇവിടെ നിന്ന് നിങ്ങൾ പുട്ടപർത്തിയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വരെ ഒരു കാരണവശാലും എന്നെ ഫോൺ ചെയ്യരുത്. എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും എൻ്റെ മകൾക്ക് ഭഗവാന്റെ മുമ്പിൽ ആ അവസരം കിട്ടണം. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് കേട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കണ്ണു നിറഞ്ഞുപോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പേരന്റിന്റെ അടുത്തു നിന്നുള്ള റെസ്പോൺസ് ആണ്. ഞങ്ങൾ പുട്ടപർത്തിക്ക് പോയി. 4ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഈ മോൾ ഒരു കാര്യത്തിന് പോലും അന്ന് വരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവിടെ പോയ ഞങ്ങൾ കണ്ടത് അലാം വെക്കാതെ തന്നെ കുട്ടി എണീക്കുന്നു, കുളിക്കുന്നു, തയ്യാറാവുന്നു, തലമുടി പിന്നുന്നതൊഴികെ മറ്റെല്ലാ കാര്യം സ്വയം ചെയ്യുന്നു. ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുട്ടിയെ കൊണ്ട് ഞങ്ങൾ ഒരു ലെറ്റർ എഴുതിപ്പിച്ചു. എഴുതിപ്പിച്ച ഒരു ലെറ്റർ ഞാൻ തന്നെ എഴുതിയിട്ട് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് കുട്ടിയുടെ കൈപ്പടയിൽ എഴുതി. നമ്മളുടെ അപ്പോഴത്തെ നാഷണൽ കോർഡിനേറ്റർ ആയിരുന്ന കമല പാണ്ഡ്യ മാഡത്തിന്റെ അടുക്കെ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്ത് കുഞ്ഞിനെ ആദ്യത്തെ വരിയിലിരുത്തി. 3 പ്രാവശ്യവും ഭഗവാൻ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങിയില്ല. അപ്പൊ ഞങ്ങൾ ഒരുമാതിരി തീരുമാനിച്ചു, ഭഗവാൻ കത്ത് വാങ്ങിയില്ലതിന്റെ അർത്ഥം എന്ത്? പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു. അവസാനത്തെ ദർശനത്തിനായി കുട്ടികളൊക്കെ ലൈനിൽ വന്നിരിക്കുകയാണ്. ഭഗവാൻ ഇങ്ങനെ ഓരോരോ കുട്ടികളെ ആയിട്ട് നോക്കുകയാണ്. നിമിഷ് പാണ്ഡ്യ സാറാണ് പ്രോഗ്രാമിന്റെ ട്രെയിനിങ് മുഴുവൻ ഞങ്ങൾക്ക് തന്നിരുന്നത്. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടികളുടെ ഡ്രസ്സൊക്കെ നന്നായിട്ടുണ്ട്, നല്ല കോസ്റ്റ്യൂം. പിന്നെയും സ്വാമി ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയിട്ട് ഈ കുട്ടിയെ ഭഗവാൻ അടുത്തേക്ക് വിളിച്ചു. ആ കുട്ടിക്ക് മനസ്സിലായില്ല ഭഗവാൻ എന്നെയാണ് വിളിക്കുന്നത് എന്നുള്ളത്. തൊട്ടടുത്തിരുന്ന കുട്ടി ഓടി ഭഗവാന്റെ അടുക്കെ പോയി പാദ നമസ്കാരം വാങ്ങി. ആ കുട്ടിയെ തിരിച്ചു വിടാതെ തന്നെ ഭഗവാൻ പിന്നെയും വിരലുകൊണ്ട് ഈ കുഞ്ഞിനെ വിളിച്ചു. അടുത്തു പോയ കുട്ടിക്ക് അമ്മയെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാനുള്ള ഓർമ്മ വന്നില്ല. കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടായിരുന്നു. ഭഗവാൻ നമസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ട് പാദ നമസ്കാരം എടുത്തു, തിരിച്ചു വന്നിരുന്നു. വന്നു കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു, എന്തായാലും നീ അമ്മയുടെ കാര്യം എന്താ പറയാത്തെ? ടീച്ചർ, ഞാൻ മൊത്തം മറന്നുപോയി, എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല ഭഗവാന്റെ മുമ്പിൽ. എന്തായാലും ആ എഴുതിയ കത്ത് ഞങ്ങൾ അവിടെ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് ബോംബെയിലേക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അമ്മ ഒരു തീരുമാനം എടുത്തു. ബൈപ്പാസിനുള്ള സാമ്പത്തിക ഭദ്രത എനിക്കില്ലാത്തതിനാൽ മദ്രാസിലുള്ള ഒരു ട്രസ്റ്റിന്റെ ആശുപത്രിയിൽ ഒരു അറേഞ്ച്മെന്റ് കിട്ടി, അവിടെ ഓപ്പറേഷൻ ചെയ്യാം. അങ്ങനെ ഈ കുട്ടിയെ നമ്മളുടെയൊക്കെ സംരക്ഷണയിൽ വിട്ടിട്ട് അമ്മ ചെന്നൈയിലേക്ക് പോയി. വേണ്ട പ്രാഥമികമായ പരിശോധനകളൊക്കെ കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ ഡേറ്റ് കൊടുത്തു. അതിനിടയ്ക്കുള്ള 4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല, അവരുടെ ഒരു സ്വന്തക്കാരുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ആ സമയത്ത് ഒരു ഡോക്ടറിനോട് ചോദിച്ചു, ഞാൻ ഇതുവരെ പുട്ടപർത്തിക്ക് പോയിട്ടില്ല, ഈ 4 ദിവസത്തിൽ ഞാനൊന്ന് പുട്ടപർത്തി പോയി വന്നോട്ടെ. ഡോക്ടറിന്റെ മുഖത്തൊരു വല്ലാത്ത ഭാവം. അവർ സമ്മതിച്ചു. ഈ അമ്മ പുട്ടപർത്തി വന്നു. ദർശനത്തിൽ വന്ന് പബ്ലിക്കിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. പുട്ടപർത്തി ഫസ്റ്റ് ടൈം വരികയാണ്, തനിയാണ് വരുന്നത്. വന്ന് ഏറ്റവും പുറകിലിരുന്നു. അന്ന് ദർശനത്തിന് പോയ ഭഗവാൻ ആ ലേഡീസിന്റെ വരിയിൽ 1 മിനിറ്റ് നിന്ന് ഈ അവസാനത്തെ വരിയിരിക്കുന്ന അമ്മയെ സൂക്ഷ്മമായിട്ട് നോക്കി. ദർശനം കഴിഞ്ഞ ഉടനെ അവർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമായി, എനിക്ക് അടുത്തൊന്നും ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റിയില്ല, പക്ഷേ ഭഗവാൻ നോക്കിയത് എന്നെയാണ് എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. എനിക്ക് വളരെ ഒരു ധൈര്യമായി. ഞാൻ തിരിച്ച് ഇന്ന് തന്നെ ചെന്നൈക്ക് പോവുകയാണ്. 3 ദിവസം കഴിഞ്ഞാൽ ഓപ്പറേഷൻ.
ഓപ്പറേഷനിലേക്ക് ലാസ്റ്റ് സ്കാനിങ്ങിന് ആ അമ്മയെ കൊണ്ടുപോയി. ലാസ്റ്റ് സ്കാൻ ചെയ്തപ്പോ ഒരു ബ്ലോക്ക് പോലും അവരുടെ ബാക്കിയില്ല. ആകെയുള്ളത് ഒരു ചെറിയ ഫംഗൽ ഇൻഫെക്ഷൻ മാത്രം. പൂർണ്ണമായിട്ട് ഇന്നും സുഖത്തോടെ ആ അമ്മയും മകളും ഉണ്ട്. ബാലവികാസ് കംപ്ലീറ്റ് ചെയ്തു. മകള് BEd കഴിഞ്ഞ് ടീച്ചറായിട്ട് ജോലി നോക്കുന്നു. ബാലവികാസിലേക്ക് വന്ന ഓരോ കുട്ടിയെയും അവരുടെ കുടുംബത്തെയും അവര് ഭഗവാനെ എത്ര അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ല എങ്കിലും എത്രമാത്രം ഭഗവാൻ തന്നോട് ചേർത്ത് നിർത്തി. ആ ജീവിതകാലം മുഴുവൻ ഇതിന് പറയാൻ വാക്കുകളില്ല. നാട്യവേദയോട് തന്നെ അനുഭവിച്ച അടുത്ത ഒരു അനുഭവം പറയുകയാണ്. ഏറ്റവും ആദ്യം എങ്ങനെയാണ് നൃത്യം എന്ന കല ഭൂമിയിലേക്ക് വന്നത്, ഇതായിരുന്നു ആ പരിപാടിയിലെ പ്രമേയം. അത് ശിവഭഗവാൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നു, പാർവതി ദേവി സന്ധ്യാദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നു. സന്ധ്യാദേവിക്ക് സന്ധ്യയുടെ നിറമുള്ള കോസ്റ്റ്യൂമാണ്, വളരെ ഭംഗിയായ കോസ്റ്റ്യൂമാണ്. ഈ എൻറ്റയർ പ്രോഗ്രാമിൽ ഏറ്റവും നമ്മൾ കണ്ണ് പറിക്കാതെ നോക്കുന്ന രണ്ടായിരുന്നു പാർവതി ദേവിയും സന്ധ്യാദേവിയും കൂടെ ഉള്ളത്. അപ്പോ ഈ കുട്ടികളും, ഈ 3 കുട്ടികളും എൻ്റെ ക്ലാസ്സിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രോഗ്രാം കാണുമ്പോൾ ഞാൻ ആ സീനിന്റെ ടൈം വരെ എനിക്ക് പറയാൻ പറ്റും. അത്രമാത്രം മനസ്സിൽ തറഞ്ഞു പോയ അനുഭവമാണിത്. ബാക്ക് സ്റ്റേജിന്റെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് കുട്ടികളുടെ മേക്കപ്പ് തീർന്ന ഉടനെ ഞാൻ ബാക്ക് സ്റ്റേജിലേക്ക് വന്നു. മറ്റ് ഗുരുക്കന്മാരാണ് എല്ലാ കുട്ടികളെയും കൊണ്ടുവരുന്നത്, എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളെയും കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് പുറപ്പെടുന്നതിന് 2 നിമിഷം മുമ്പ് മാത്രം കൈക്കകത്ത് പരട്ടുന്ന അൾട്ട, മൈലാഞ്ചിക്ക് പകരം പരട്ടുന്ന ഡാൻസിന്റെ അൾട്ട കുപ്പി മറിഞ്ഞ് ആ സന്ധ്യാദേവിയുടെ കോസ്റ്റ്യൂമിലേക്ക് മുഴുവനായി. ഈ കുട്ടിയും പുട്ടപർത്തി ആദ്യം വരുവാണ്. ഭഗവാനെ കുറിച്ചും ബാലവികാസ് വഴി മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. കുട്ടിക്ക് ഭയമായി. ഇവിടെ വന്നു കഴിയുമ്പോൾ ടീച്ചർ എന്നെ എന്ത് പറയും, സ്വാമിയുടെ മുമ്പിൽ എങ്ങനെ ഞങ്ങൾ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഡാൻസ് ചെയ്യും, 2 പേര് മാത്രം നിൽക്കുന്ന സ്ഥലമാണ്, നിമിഷങ്ങൾ എന്ത് പറയും. ആകപ്പാടെ വിവരണയായി കുട്ടി. ബാത്റൂമിൽ പോയി അവിടെ ഓം ശ്രീ സായിരാം പറഞ്ഞിട്ട് ആ സാരി കഴുകി കഴിഞ്ഞപ്പോ അൾട്ട ഒന്നുകൂടെ പരന്നു പിടിച്ചു സാരി മുഴുവൻ. ഒന്നും ചെയ്യാൻ വഴിയില്ല, വേറെ കോസ്റ്റ്യൂം ഇല്ല. ആ കോസ്റ്റ്യൂമിൽ തന്നെ കുട്ടി ഭഗവാനോട് പ്രാർത്ഥിച്ച് കുൽവൻ ഹാളിലേക്ക് വന്നു. കുൽവൻ ഹാളിന്റെ പുറകിലേക്ക് വന്ന് ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് ടീച്ചർ എന്നെ നോക്കൂ എന്ന് പറഞ്ഞ് നോക്കുമ്പോ ഒരു മാർക്ക് പോലും അൾട്ടയുടെ ആ സാരിയിലില്ല. ഭഗവാനല്ലാതെ, ഈ ദയാവാനായ ഭഗവാനല്ലാതെ മറ്റാർക്ക് ഞാൻ നിന്റെ ഒപ്പം ഉണ്ട് ഈ ആശ്വാസനം കൊടുക്കാൻ പറ്റും? തിരിച്ചു വന്നു കഴിഞ്ഞ് ഏറ്റവും അടുത്തത് ഞങ്ങൾ കണ്ടത് കുടുംബത്തോടെ ഭഗവാന്റെ വലിയൊരു ചിത്രം വാങ്ങി വീട്ടിൽ ഭജന നടത്തുന്ന ബാലവികാസ് കുടുംബത്തെയാണ്. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ ബാലവികാസുമായിട്ട് ചേർന്ന് ഗുരു എന്ന നിലയിലും പേരന്റ് എന്ന നിലയിലും അനുഭവിച്ചിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം എഴുതാൻ പോയാൽ നമുക്ക് ഒരു സായി ഭാഗവതം പോരാ. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നും അന്നും ഇനി മുമ്പോട്ടും ആ അനുഗ്രഹങ്ങൾക്ക് ഒരു സായി ഭാഗവതമല്ല, എത്രയോ സായി ഭാഗവതങ്ങൾ നമുക്ക് എഴുതാൻ സാധിക്കും. ഭഗവാന്റെ ഇത്രയും നല്ല ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ആ ഒരു സീൻ തിരിച്ച് ജീവിച്ചത് മാതിരിയുള്ള ഒരു ആനന്ദമാണ് കിട്ടുന്നത്. അതിനൊരു സാഹചര്യം, ഒരവസരം തന്ന എല്ലാവർക്കും അങ്ങേയറ്റത്തെ കൃതജ്ഞതയോടെ ആനന്ദത്തോടെ സായിരാം. ഇനിയും ഭഗവാൻ അദ്ദേഹത്തിന്റെ കയ്യിലെ ഒരു നല്ല ഉപകരണമാക്കി പ്രവർത്തിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദം, ഭജന, ബാലവികാസ് എത്ര സാധിക്കുമോ അവസാനത്തെ ശ്വാസം വരെ പൂർണ്ണമായി ഭഗവാനിലേക്ക് അർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥന നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ജയ് സായിരാം. സായിരാം. ഭഗവാൻ കഴിഞ്ഞു ഭജന. സായിരാം. సాయిరామ్. ఎన్ని విధములైనటువంటి ఉపన్యాసములు విన్నప్పటికీ, ఎంతకాలం సత్సంగంలో ప్రవేశించినప్పటికీ
30 సంవత్సరములు, 40 సంవత్సరములు, 50 సంవత్సరములు కూడాను అనేక వందల ఉపన్యాసములు విన్నప్పటికీ మనసు యొక్క ప్రవర్తన ఉన్న స్థానమునందే ఉంటున్నది. Even after listening to the divine discourses for any length of time and also spending any long period in these things, the mind remains where it is. కేవలం విషయాలతో, శాస్త్రాలతో లేక గ్రంథాలతో తలను నింపుకుంటున్నారే కానీ ప్రేమతో హృదయాన్ని నింపుకోవడానికి ప్రయత్నించడం లేదు. Every person is only trying to fill himself with all types of information gathered from the texts and scriptures, but not filling his heart with love. కేవలం వింటున్నారే కానీ ఈ ఆనందాన్ని తింటుంటాం ప్రయత్నం చేయటం లేదు. They are only merely listening. They have not been able to partake as food to their. ఎన్ని సంవత్సరంలో మీ సమావేశంలో పాల్గొంటున్నారు? We have been participating in this kind of assemblies ఎన్ని ఉపన్యాసంలో వింటున్నారు? for a long number of years. ఎన్ని సంవత్సరం నుంచి కూడా ఆశ్రమవాసం చేస్తున్నారు? We have been living in the ashram for a long period. కానీ ఎవరికి వారు మనలో ఎంతవరకు మార్పు కలిగినది అనేటువంటి విషయాన్ని విచారిస్తే ఏమాత్రం కూడా మార్పు కలగలేదు. But if each one were to inquire into himself and unto himself, to what extent he has been transformed, he finds the answer is no. కారణం ఏమిటి? What is the reason for this? ఒక గుండును తీసుకెళ్లి నీటిలో ముంచినప్పుడు అది నీటిలో గుండు ఉండవచ్చును కానీ నీటి ఒక్క చుక్కైనా కూడా గుండులో ప్రవేశించదు. If you take a small stone and put it in water, not a drop of water can enter into the stone, even though it remains కారణము of time. శిల వంటి హృదయంగా మనకు మారిపోయినది. The reason is our hearts have become like stones. శిలా హృదయులవుతున్నారే కానీ కేవలము ఒక పవిత్రమైనటువంటి యొక్క ప్రేమ హృదయులు కావటం లేదు. We are becoming stone-hearted rather than people with love-filled hearts. కనుక ప్రేమ హృదయులు కావడానికి ప్రయత్నించాలి. Try to become people with love-filled hearts. ప్రేమ చేతనే మానవుడు అనేక విధమైనటువంటి యొక్క పవిత్రమైన కార్యములు ఆచరిస్తాడు. Only when he has love in his heart, he would be able to undertake sacred tasks. సాయిరామ్, భజన పాడామే. సాయిరామ్. ఓం శివాయ, హరి ఓం నమః శివాయ, ఓం నమః శివాయ, హరి ఓం నమః శివాయ. త్రిజన్మ పాప సంహారం నమః శివాయ తిరునామం. త్రిజన్మ పాప సంహారం నమః శివాయ తిరునామం. నమః శివాయ, నమః శివాయ, నమః శివాయ, ఓం నమః శివాయ, నమః శివాయ, నమః శివాయ, నమః శివాయ, ఓం నమః శివాయ. శంభో మహాదేవ సాంబ సదా శివ, శంభో మహాదేవ సాంబ సదా శివ, సాయి సదా శివ నమః శివాయ, సాయి సదా శివ నమః శివాయ, ఓం నమః శివాయ, హరి ఓం నమః శివాయ. త్రిజన్మ పాప సంహారం నమః శివాయ తిరునామం. నమః శివాయ, నమః శివాయ, నమః శివాయ, ఓం నమః శివాయ. శంభో మహాదేవ సాంబ సదా శివ, సాయి సదా శివ నమః శివాయ. సత్య సాయి సదా శివ నమః శివాయ. శివ 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 నమః శివాయ. హర 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 నమః శివాయ. సాయి సదా శివ నమః శివాయ.
സായേ സദാ ശിവ നമ ശിവായ. ഓം നമ ശിവായ. ഹരി ഓം നമ ശിവായ. സായിരാം. സായി ഉപമ: നിങ്ങൾ സകല അനിത്യത്തിലും സ്ഥിതി ചെയ്യുന്ന നിത്യത്തെ ദർശിക്കുകയും അത്ഭുതപ്പെടുകയും വേണം. ഈ നാടകത്തിൽ 2 നടന്മാരേ ഉള്ളൂ, ജഡവും ചൈതന്യവും. അവർ കോടിക്കണക്കിന് വേഷങ്ങൾ ആടുന്നു. വയലിൻ വാദകനായ ശ്രീ ചൗഡയ്യ 4 കമ്പികളിൽ 10 രാഗങ്ങൾ ഇപ്പോൾ വായിച്ചു. ആ 4 കമ്പികളിലൂടെ 400 രാഗങ്ങൾ വായിക്കുവാനും അദ്ദേഹത്തിന് കഴിയും. ആ വേഷങ്ങളെല്ലാം ആടുന്നത് ജഡവും ചൈതന്യവുമാണ്. അക്ഷരമാലയിലെ 26 അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശബ്ദതാരാവലിയിലെ എല്ലാ വാക്കുകളും അവയുടെ അർത്ഥങ്ങളും രചിച്ചിരിക്കുന്നു. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് കോടാനുകോടി പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നതും വായിക്കപ്പെടുന്നതും മനസ്സിലാക്കുന്നതും എന്നറിയുക. പക്ഷേ നിങ്ങൾ ഈ നാടകത്തിന്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കി അതിൻ്റെ സംവിധായകൻ ഈശ്വരൻ മാത്രമാണെന്ന സത്യം അറിയുക. ജയ് സായിരാം. സായിരാം. ഇനി ശാന്തി മന്ത്രമല്ലേ? സമസ്ത ലോകാ സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.